അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായിരിക്കുന്ന സംഘർഷത്തിൽ സൗദി അറേബ്യ മധ്യസ്ഥരായിട്ട് ഇടപെടുകയാണ്. 2-3 ദിവസമായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. വലിയ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടത്തിയതിനോടനുബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമപാത ആക്രമിച്ച് 36 പേരെ കൊലപ്പെടുത്തിയതാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്ന റിപ്പോർട്ട്. 160-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതും അഫ്ഗാനിസ്ഥാന് സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഈ ഒരു അക്രമത്തെ ശക്തമായി അപലപിക്കുകയും ഇതൊരു തെറ്റായിരിക്കുന്നൊരു പ്രവർത്തനമാണ് പാകിസ്ഥാൻ ചെയ്തത് എന്ന് അഫ്ഗാൻ ഗവൺമെൻറ്, അതായത് താലിബാൻ ഗവൺമെൻറ് പറയുകയും ചെയ്തു. ഇവിടെ ഈ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായിരിക്കുന്ന സംഘർഷം ഈ അടുത്ത കാലത്ത് ഉണ്ടായതൊന്നുമല്ല. അതിന് ഒരുപാട് പഴക്കമുണ്ട്. അഥവാ കഴിഞ്ഞ 75 വർഷത്തിനിടെയായി പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഈ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഡ്യൂറൻസ് ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തി രേഖയുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്. അത് 1893 ബ്രിട്ടീഷ് ഇന്ത്യ വരച്ച അതിർത്തി രേഖയാണ്. പാകിസ്ഥാൻ ഇതിനെ പൂർണ്ണമായിട്ട് ഒരു അന്താരാഷ്ട്ര രേഖയായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അതിർത്തി രേഖ അംഗീകരിക്കാതെ നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഭൂപ്രദേശം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. പ്രത്യേകിച്ച് ഇവരുടെ സ്വഭാവ രീതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏറ്റുമുട്ടലുകൾ, വെടിവെപ്പ്, മരണം, ഗ്രാമപ്രദേശത്തിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാറുള്ളത്, ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന സ്ഥിതി ഉണ്ടാവുക, ഇതൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വസാധാരണ എന്ന തരത്തിൽ ഉണ്ടാകുന്നതാണ്. അവിടെ അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ ആരോപിക്കുന്ന ഒരു കാര്യം TTP എന്ന തെഹ്രിക് ഐ താലിബാൻ പാകിസ്ഥാൻ, ഇതൊരു ഭീകരവാദ സംഘടനയാണ്. ഈ ഭീകരവാദ സംഘടന അഫ്ഗാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അവരുടെ ആരോപണം. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ആരോപണം എന്ന് പറയുന്നത് TTP എന്ന് പറയുന്ന നേതാക്കളെയും അതിൻ്റെ പോരാളികളെയും അഫ്ഗാനിസ്ഥാൻ്റെ ഗവൺമെൻറ് തന്നെ ഒളിപ്പിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഒത്താശയോട് കൂടിയിട്ടാണ് ഈ TTP എന്ന് പറയുന്ന ഭീകര സംഘം അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം. 27-ാം തീയതി, കഴിഞ്ഞ ദിവസം 27-ാം തീയതി രാത്രിയാണ് കറാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഉഗ്ര ഭീകര സ്ഫോടനം നടത്തിയത്. കറാച്ചി നഗരത്തിലെ റഞ്ചേഴ്സ് പ്രവിശ്യ ആസ്ഥാനത്ത് ഭീകരാക്രമണം നടന്നു. 3 സൈനികർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുരക്ഷാ സേന 3 പേരെ വധിക്കുകയും ഒരാൾ ജീവനോട് കൂടി പിടികൂടുകയും ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം, ഈ സംഭവം നടന്നതിൻ്റെ ഉത്തരവാദിത്തം ജമാഅത്തുൽ അഹ്റാൻ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തു. ഈ പറയപ്പെട്ട സംഘം, അതായത് ജമാഅത്തുൽ അഹ്റാൻ എന്ന് പറയുന്ന, അഹ്റാർ എന്നാണ് കാണുന്നത്, ഈ സംഘം അഫ്ഗാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന TTP എന്ന് പറയുന്ന ഭീകര സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും അവരുടെ ഒത്താശയോട് കൂടിയാണ് ഈ വിഭാഗം തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തിയത്, അല്ലെ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ളതുമാണ് പാകിസ്ഥാൻ്റെ ആരോപണം. മാത്രമല്ല അവർ തുടർന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 3 മുതൽ 6 വരെ വ്യത്യസ്ത മേഖലകളിലും ജനസാന്ദ്രമായിരിക്കുന്ന ഏരിയകളിലും അതായത് ഭീകരാക്രമണം നടന്നിട്ടുണ്ട്, മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും. ഇതിൻ്റെ ഒക്കെ പിന്നിൽ TTPയുടെ പിന്തുണയുള്ള ഈ പ്രവിശ്യ വിഭാഗത്തിൻ്റെ സഹായങ്ങൾ, അതായത് പ്രവിശ്യ വിഭാഗമാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. ജമാഅത്തുൽ അഹ്റാർ എന്ന് പറയുന്ന സംഘമാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ രാജ്യത്ത് തങ്ങൾ കടന്നു കയറി ആക്രമണം നടത്തുക സ്വാഭാവികമാണ്. അങ്ങനെയാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്, സാധാരണക്കാർക്കാണ് പരിക്കേറ്റത്. ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. 36 മരണം UN സഭയുടെ പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചു. മരണം നടന്നിട്ടുണ്ട്, മരണപ്പെട്ട് സാധാരണക്കാരാണ്, സ്ത്രീകളും കുട്ടികളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സംഘർഷാവസ്ഥ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ 2 മുസ്ലിം രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രതിഫലനങ്ങൾ
ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സംഘർഷമുറ്റിരിക്കുന്ന ഒരു സാഹചര്യത്തെ നോക്കി നിൽക്കുകയും അത് കണ്ട് ചിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇസ്രായേലിനും അമേരിക്കയൊക്കെ സാധാരണ ഇതിലുണ്ടാവുക. അമേരിക്ക സൈലൻ്റ് ആയിട്ട് നിൽക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വലിയ നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവും ഏത് തരത്തിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഒന്ന് ശക്തമായിരിക്കുന്ന ശത്രു രാജ്യം, മറ്റതൊന്ന് ഏറ്റവും അടുത്ത മിത്രമായിരിക്കുന്ന രാജ്യം. ഇതിനിടയിൽ ഒരു മധ്യസ്ഥതക്ക് റോള് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാകിസ്ഥാൻ്റെ അകത്ത് ഭീകര ആക്രമണങ്ങൾ നടത്തുകയും അവിടെ പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാവുന്നതിൽ അമേരിക്കക്ക് താല്പര്യക്കുറവുണ്ട്. എന്നാൽ അതോടനുബന്ധിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി പറ്റുമോ, അഫ്ഗാനിസ്ഥാനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ നിലവിൽ സഹായിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് അമേരിക്ക എന്നറിഞ്ഞാൽ യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളും മാറും. ഇറാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പലതരത്തിലും അഫ്ഗാനിസ്ഥാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായ സമയത്താണ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റുമായും പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായും സൗദി അറേബ്യ നേരിട്ട് ഇടപെടുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിഷയകാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനൊരു തീർപ്പിലെത്താൻ വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനുമായിട്ട് സൗദി അറേബ്യക്ക് നല്ല ബന്ധമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധമുണ്ട്. പാകിസ്ഥാനും ഈ സൗദി അറേബ്യയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ പരസ്പരം ആക്രമിച്ചാൽ ഒരുമിച്ച് തിരിച്ചടിക്കണം എന്നുള്ള ഒരു കരാർ വ്യവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സഹകരണ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികരെ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനെ പിണക്കി കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രതിസന്ധി വിഷയങ്ങൾ വേറെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടൊരു മധ്യസ്ഥരായിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സൗദി അറേബ്യ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.